നമസ്കാരം. ലോക ചരിത്രം സിലബസ് ഭാഗത്ത് ഇന്നത്തെ ക്ലാസ്സിൽ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ ഇംഗ്ലണ്ടിലെ വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാനുള്ളത്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെല്ലാം വളരെ ലളിതമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകം ആസ്ഥ അക്കാഡമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന വിധത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകമാണ്. വെറും 70 പേജുകൾ മാത്രമേ ഉള്ളൂ. 70 രൂപയാണ് പുസ്തകത്തിൻ്റെ വില. പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകം ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ നമ്പറിലോട്ട് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പുസ്തകവുമായി ബന്ധപ്പെട്ട് പേയ്മെൻറ്റ് വല്ലതും നടത്തുന്നുണ്ട് എങ്കിൽ ആ പേയ്മെൻറ്റ് ആസ്ഥ അക്കാഡമിയുടെ UPI ID വഴി മാത്രമേ നടത്താവൂ. QR കോഡിലൂടെയോ ഫോൺ നമ്പറിലൂടെയോ ഒരു കാരണവശാലും പേയ്മെൻറ്റ് നടത്തരുത്. അതിന് ആസ്ഥ അക്കാഡമിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയില്ല. നമ്മുടെ UPI ID ഇതാണ്, QR.aastac@SIB. ഇതുവഴി വേണം പേയ്മെൻറ്റ് നടത്താൻ. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളെക്കുറിച്ചാണ്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, പെട്ടെന്ന് തന്നെ നമുക്കത് പറഞ്ഞു തീർക്കാം. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലാറ്റിൻ അമേരിക്ക എന്ന് അറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? അതൊരു പ്രദേശമല്ല, ഒരു ഭൂഖണ്ഡമാണ്. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡം. ഏതാണ്? തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡം. അതിനെ പൊതുവെ ലാറ്റിൻ അമേരിക്ക എന്നാണ് പറയാറ്. നിങ്ങൾക്കറിയാം വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്ക എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്? അമേരിക്ക, കാനഡ പോലുള്ള രാജ്യങ്ങളൊക്കെയുള്ള വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡം അല്ലേ? അതിന് തൊട്ട് താഴെയുള്ള ഭൂഖണ്ഡമാണ് ലാറ്റിൻ അമേരിക്ക അഥവാ തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡം. അവിടുത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ബ്രസീൽ, വെനസ്വേല, അർജന്റീന. ഇതൊക്കെ തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ, ലാറ്റിൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ലാറ്റിൻ അമേരിക്ക എന്ന ഒരു പേര് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന് വന്നത്? ഒരു കാലത്ത് ലാറ്റിൻ അമേരിക്കയിലെ വിവിധ പ്രദേശങ്ങൾ യൂറോപ്പിലെ ചില രാജ്യങ്ങളുടെ കൈവശമായിരുന്നു. അതായത് യൂറോപ്പിലെ ചില രാജ്യങ്ങൾ ഇവിടുത്തെ പ്രദേശങ്ങളെ കോളനികളാക്കി വച്ചിരുന്നു. പോർട്ടുഗൽ, അതുപോലെ സ്പെയിൻ, ഹോളണ്ട് പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ഭാഗത്ത് അവർക്ക് കോളനികളുണ്ടായിരുന്നു. ഈ രാജ്യങ്ങളുടെ എല്ലാം പൊതുവായിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് ലാറ്റിൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ പൊതുവിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ ലാറ്റിൻ ആയിരുന്നു. അതുകൊണ്ടാണ് ലാറ്റിൻ അമേരിക്കൻ ഭൂഖണ്ഡം എന്നുള്ള ഒരു പേര് വന്നത്. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന് അങ്ങനെ ഒരു പേര് വന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, അതിന് നമ്മൾ പൊതുവെ പറയും, ഈ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമൊക്കെ നടക്കുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങൾ നടക്കുന്നത് ഏത് നൂറ്റാണ്ടിലാണ് എന്ന് ചോദിച്ചാൽ 19-ാം നൂറ്റാണ്ടിലാണ്. അതായത് നിങ്ങൾക്കറിയാം അമേരിക്കൻ വിപ്ലവം അത് 18-ാം നൂറ്റാണ്ടിൽ നടന്ന വിപ്ലവമാണ് അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് വിപ്ലവം, അതും 18-ാം നൂറ്റാണ്ടിൽ നടന്ന വിപ്ലവമാണ്. അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 19-ാം നൂറ്റാണ്ടിൽ നടന്ന വിപ്ലവമാണ് ഏത്? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ഇപ്പം നമ്മൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത് ഒരുപാട് വിപ്ലവങ്ങളെ കളക്റ്റീവായിട്ട് പറയുന്നതാണ്. അവിടെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെ കളക്റ്റീവായിട്ട് നമ്മൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നതാണ്. അപ്പോൾ അമേരിക്കൻ വിപ്ലവവും അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവവും ഒക്കെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെ എന്ത് ചെയ്തു? സ്വാധീനിച്ചു, അല്ലെങ്കിൽ അതിന് പ്രചോദനമായി എന്ന് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങൾ നടക്കുന്നത് 19-ാം നൂറ്റാണ്ടിലാണ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. 19-ാം നൂറ്റാണ്ടിലാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങൾ ആരംഭിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുമ്പോൾ അതൊരു ബൂർഷ്വാ വിപ്ലവമാണ് എന്ന് പറഞ്ഞാൽ ആ പ്രസ്താവനയും ശരിയാണ്.
അതായത് ഈ ഭാഗത്തുള്ള ഒരു മധ്യവർഗമാണ് വിപ്ലവത്തിന് കാരണക്കാരായിട്ടുള്ളത്. അതുകൊണ്ട് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളെ നമ്മൾ ബൂർഷ്വാ വിപ്ലവം എന്നാണ് പറയാറ്. അപ്പം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം 19-ാം നൂറ്റാണ്ടിലാണ് നടന്നത്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ബൂർഷ്വാ വിപ്ലവമാണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് കാരണമായിട്ടുള്ള മധ്യവർഗത്തിൽ പെടുന്നവരിൽ ഏറ്റവും പ്രധാന വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ക്രിയോളുകളാണ്, അല്ലേ? അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ബൂർഷ്വാ വിപ്ലവമാണെന്ന് പറഞ്ഞു, മധ്യവർഗമാണ് അതിന് കാരണക്കാരെന്ന് പറഞ്ഞു. അതിലെ പ്രധാന വിഭാഗമാണ് ക്രിയോളുകൾ എന്ന് പറയുന്ന വിഭാഗം. ആരാണ് ക്രിയോളുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാറ്റിൻ അമേരിക്കയിൽ തന്നെ ജനിച്ചു വളർന്ന വെള്ളക്കാരായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ക്രിയോളുകൾ എന്ന് പറയുന്നത്. ലാറ്റിൻ അമേരിക്കയിൽ തന്നെ ജനിച്ചു വളർന്ന വെള്ളക്കാരായിട്ടുള്ള ക്രിയോളുകളാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് കാരണക്കാരായിട്ടുള്ളത്. അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ മധ്യവർഗം. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം, ക്രിയോളുകളാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് കാരണക്കാരായിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ആരംഭിക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1806 ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുടെ തുടക്കം 1806 ഏത് രാജ്യത്താണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ വെനിസുലയിലാണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുടെ തുടക്കം 1806 19-ാം നൂറ്റാണ്ട്. എവിടെയാണ് എന്ന് ചോദിച്ചാൽ വെനിസുലയിലാണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങൾക്ക് കാരണക്കാരായിട്ടുള്ള വർഗം ഏതാണ്? ക്രിയോളുകളാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില പേരുകളുണ്ട്. ഫ്രാൻസിസ്കോ മിറാണ്ട, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുടെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിക്കും. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുടെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ഫ്രാൻസിസ്കോ മിറാണ്ടയാണ്. ഞാൻ പറഞ്ഞു 1806 ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ആരംഭിക്കുന്നത് വെനിസുലയിലാണെന്ന് പറഞ്ഞു. അതിന് കാരണക്കാരനായിട്ടുള്ള വ്യക്തിയാണ് ആര്? ഫ്രാൻസിസ്കോ മിറാണ്ട. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുടെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്നത്, വെനിസുലയിൽ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഫ്രാൻസിസ്കോ മിറാണ്ടയാണ്. പക്ഷേ വെനിസുലയിലെ വിപ്ലവം പൂർത്തിയാകുന്നത് മറ്റൊരാളിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് സൈമൺ ബൊളീവർ. സൈമൺ ബൊളീവർ. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കുറച്ച് ആൾക്കാരാണ്. അതിൽ തുടക്കക്കാരനാണ് ആര്? ഫ്രാൻസിസ്കോ മിറാണ്ട. വേറൊരാളുടെ പേര് പറഞ്ഞല്ലോ, സൈമൺ ബൊളീവർ. സൈമൺ ബൊളീവറെ പൊതുവെ പറയാറുണ്ട് ദി പ്രൊട്ടക്ടർ, സംരക്ഷകൻ. സംരക്ഷകൻ ലാറ്റിൻ അമേരിക്കൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട് ദി പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്ന നേതാവ് ആരെന്ന് ചോദിച്ചാൽ സൈമൺ ബൊളീവറാണ്. അല്ലാതെ വേറെ രീതിയിൽ കൂടി പറയാറുണ്ട് തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ, അല്ലേ? വടക്കേ അമേരിക്കയിൽ ഒരു ജോർജ് വാഷിങ്ടൺ ഉണ്ടായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട്. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ, ലാറ്റിൻ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ, ദി പ്രൊട്ടക്ടർ, വിമോചകൻ അല്ലെങ്കിൽ ലിബറേറ്റർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? സൈമൺ ബൊളീവറാണ്, അല്ലേ? അപ്പോൾ ലിബറേറ്റർ അല്ലെങ്കിൽ വിമോചകൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന തെക്കേ അമേരിക്കയുടെ ജോർജ് വാഷിങ്ടൺ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് ആര്? സൈമൺ ബൊളീവർ. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പേര് സാൻ മാർട്ടിൻ. സാൻ മാർട്ടിൻ. നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് പേരുകൾ ഏതാണ്? ഫ്രാൻസിസ്കോ മിറാണ്ട, സൈമൺ ബൊളീവർ പോലുള്ള ആൾക്കാർ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗത്താണ്. തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗത്താണ്. അതേസമയം തെക്കേ അമേരിക്കയുടെ ദക്ഷിണ ഭാഗത്ത് വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആരെ എന്ന് ചോദിച്ചാൽ സാൻ മാർട്ടിനാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ലാറ്റിൻ അമേരിക്കയിൽ വടക്ക് ഭാഗത്ത് നേതൃത്വം കൊടുത്തത് ഫ്രാൻസിസ്കോ മിറാണ്ടയും സൈമൺ ബൊളീവറുമാണ്. അതേസമയം തെക്ക് ഭാഗത്ത് വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആരെന്ന് ചോദിച്ചാൽ സാൻ മാർട്ടിനാണ് എന്ന് പറയണം. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ലാറ്റിൻ അമേരിക്കയുടെ വിമോചകൻ, ലിബറേറ്റർ എന്നറിയപ്പെടുന്നത് ആര്? ലാറ്റിൻ അമേരിക്കയുടെ ജോർജ് വാഷിങ്ടൺ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് സൈമൺ ബൊളീവറാണ്, അല്ലേ? സൈമൺ ബൊളീവറിലൂടെ സ്വാതന്ത്ര്യം കിട്ടിയ കുറച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ പരിചയപ്പെടാം. ഒന്ന് വെനിസുല. വെനിസുലയിൽ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഫ്രാൻസിസ്കോ മിറാണ്ട ആണെങ്കിലും ആ പറഞ്ഞ വെനിസുലയിലെ സ്വാതന്ത്ര്യം പൂർത്തീകരിക്കപ്പെടുന്നത് ആരിലൂടെയാണ്? സൈമൺ ബൊളീവറിലൂടെയാണ്. വെനിസുല, അതുപോലെ കൊളംബിയ, ഇക്വഡോർ,
പെറു. ഇതൊക്കെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ്. ഈ പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളാണ് ആര്? സൈമൺ ബൊളീവർ. അതേസമയം ചിലി എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ചിലി അതായത് തെക്ക് ഭാഗത്തുള്ള രാജ്യമാണ്, ലാറ്റിൻ അമേരിക്കയുടെ തെക്ക് ഭാഗത്തുള്ള രാജ്യമാണ്. ചിലി ഉണ്ട്, അർജന്റീനയുണ്ട്. ചിലി, അർജന്റീന പോലുള്ള രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാൻ മാർട്ടിൻ. ചിലി, അർജന്റീന പോലുള്ള രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് സാൻ മാർട്ടിൻ. സ്പെയിനിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശങ്ങളാണ് ഏതൊക്കെ? ചിലിയും അർജന്റീനയും. അപ്പോൾ സ്പെയിനിൽ നിന്നും ചിലിയും അർജന്റീനയൊക്കെ മോചിപ്പിച്ചത് സാൻ മാർട്ടിനാണ്. അതേസമയം ഏതൊക്കെ? വെനിസുല, കൊളംബിയ, ഇക്വഡോർ, പെറു പോലുള്ള രാജ്യങ്ങളെ സ്വാതന്ത്ര്യത്തിലോട്ട് കൊണ്ടുവന്നത് സൈമൺ ബൊളീവർ ആണ്. ഇനി അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട് ആന്റി സൈന്യം എന്നൊരു സൈന്യം രൂപീകരിച്ചത് ആരാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. നല്ലൊരു ചോദ്യമാണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട് ആന്റി സൈന്യം എന്ന സൈന്യം രൂപീകരിച്ചത് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പേരാണ്. അതായത് ലാറ്റിൻ അമേരിക്കയുടെ ദക്ഷിണ ഭാഗത്ത് വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയ സാൻ മാർട്ടിൻ. അയാൾ പഴയ ഒരു സൈനികൻ കൂടിയാണ്. സാൻ മാർട്ടിൻ ആണ് ആന്റി സൈന്യം എന്ന് പറയുന്ന ഒരു സൈന്യം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചത്. അപ്പോൾ ആന്റി സൈന്യം രൂപീകരിച്ച ആരാണ്? സാൻ മാർട്ടിൻ ആണ് എന്ന് മനസ്സിലാക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ആൻഡീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ആൻഡീസ് എന്ന് പറയുന്നത് ഒരു പർവ്വത നിരയുടെ പേര് കൂടിയാണ്, അല്ലേ? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര ഏതാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊടുമുടി ഏതാണ് എന്നൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഹിമാലയവും അതുപോലെ തന്നെ മൗണ്ട് എവറസ്റ്റുമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര. അതേസമയം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വത നിര, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ഏതെന്ന് ചോദിക്കുമ്പോൾ തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലുള്ള ഒരു പർവ്വതനിരയാണ്. 7 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചിരിക്കുന്ന ഒരു പർവ്വതനിരയാണ്. ആ പർവ്വതനിരയാണ് ഏത്? ആൻഡീസ്, അല്ലെ? അപ്പോൾ ആ പർവ്വതനിരയുടെ പേരിൽ ആൻഡീസ് സൈന്യം എന്ന് പറയുന്ന ഒരു സൈന്യം രൂപീകരിച്ചത് ആരെ എന്ന് ചോദിച്ചാൽ അത് സാൻ മാർട്ടിൻ ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, ലാറ്റിൻ അമേരിക്കയിൽ ഒരുപാട് രാജ്യങ്ങൾ സ്വാതന്ത്ര്യത്തിലോട്ട് വന്നത് രക്തച്ചൊരിച്ചിലൂടെയാണ്. അതേസമയം ലാറ്റിൻ അമേരിക്കയിൽ ഒരു രാജ്യം സ്വാതന്ത്ര്യം നേടിയത് ഒരു തുള്ളി രക്തം പോലും ചിന്താതെയാണ്. അപ്പോൾ രക്തച്ചൊരിച്ചിൽ ഒട്ടുമില്ലാതെ, ഒരു തുള്ളി രക്തം പോലും ചിന്താതെ ലാറ്റിൻ അമേരിക്കയിൽ സ്വാതന്ത്ര്യം നേടിയ രാജ്യമേത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ബ്രസീലാണ്. അപ്പോൾ രക്തച്ചൊരിച്ചിലൊന്നും കൂടാതെ ലാറ്റിൻ അമേരിക്കയിൽ സ്വാതന്ത്ര്യം നേടിയ രാജ്യമേതെന്ന് ചോദിച്ചാൽ ഏതാണ്? ബ്രസീലാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, മൺട്രോ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ലാറ്റിൻ അമേരിക്കയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലുള്ള രാജ്യമാണ് അമേരിക്ക, അല്ലേ? അമേരിക്ക പണ്ട് കോളനി ആയിരുന്നു. ആരുടെ? ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു. പിന്നീട് അവർ ഒരുപാട് പൊരുതിയാണ് സ്വാതന്ത്ര്യം നേടിയത്, അല്ലേ? അപ്പോൾ വടക്കേ അമേരിക്കയുടെ തൊട്ട് താഴെയുള്ള ഈ പറഞ്ഞ ഭൂഖണ്ഡമാണ് ലാറ്റിൻ അമേരിക്ക. അപ്പോൾ ആ ലാറ്റിൻ അമേരിക്കയിൽ വൈദേശിക ആധിപത്യം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്വാതന്ത്ര്യം നേടിയ ലാറ്റിൻ അമേരിക്കയിൽ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുടെ ഫലമായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അമേരിക്ക തയ്യാറാക്കിയ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയാണ് ഏത്? മൺട്രോ പദ്ധതി, അല്ലേ? അപ്പം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഇപ്പോൾ സ്വതന്ത്രരായി, പക്ഷെ വീണ്ടും അവരേതെങ്കിലും രാജ്യങ്ങളുടെ കോളനികളായി മാറാതെ അവരുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയുടെ കൂടി എന്താണ് ഈ പറഞ്ഞ താല്പര്യം സംരക്ഷിച്ചു കൊണ്ടുണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ഏത് പദ്ധതി? മൺട്രോ പദ്ധതി. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സംരക്ഷണത്തിനായിട്ട് മൺട്രോ പദ്ധതി തയ്യാറാക്കിയത് ഏത് രാജ്യമാണ് എന്ന് ചോദിച്ചാൽ അത് USA ആണ്. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതിയാവും. ആ പറഞ്ഞ പേരുകൾ വിട്ടുപോകാതെ നോക്കുക. ആരൊക്കെയാണ്? ഫ്രാൻസിസ്കോ മിറാണ്ട, പിന്നെ അത് കഴിഞ്ഞിട്ട് സൈമൺ ബൊളീവർ, സാൻ മാർട്ടിൻ പോലുള്ള പേരുകൾ വിട്ടുപോകാതെ നോക്കുക. അതിലെ വിമോചകൻ, ലിബറേറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? അത് സൈമൺ ബൊളീവറാണ്. എന്നാൽ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുടെ തുടക്കക്കാരൻ ആരെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസിസ്കോ മിറാണ്ടയാണ്. അപ്പോൾ ഇത്രയും ആവുമ്പോൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട അത്യാവശ്യം കാര്യങ്ങളായിട്ടുണ്ട്.
ഇനി നിങ്ങൾ നോട്ട് കൂടി വായിച്ച് തീർക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിക്കാനല്ല, പെട്ടെന്ന് അടുത്ത വിപ്ലവം പഠിക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചാനലിന് കൂടുതൽ പേരിലോട്ട് എത്തിക്കണം. നിങ്ങളുടെ ഈ പറഞ്ഞ കമൻറ്റും പ്രോത്സാഹനവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ഇങ്ങനെ ക്ലാസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് നിങ്ങൾ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.